നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ഗുഡ്നറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭവനരഹിതർക്കുള്ള ധനസഹായ വിതരണം മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിന് പകരം അവധി നൽകി വീട്ടിലിരുത്തുമെന്ന് മന്ത്രി KT ജലീൽ. ഇടുക്കി ജില്ലയിൽ ഒരു മാസത്തിനുള്ളിൽ 10,000-ലേറെ പേർ പട്ടയത്തിനായി അപേക്ഷ നൽകി. പട്ടയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് 6 ഭൂമിപതിവ് ഓഫീസുകളിൽ. കുമളിയിൽ സ്പൈസസ് കടകൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വ്യാജ ആയുർവേദ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും പിടികൂടി. പരിശോധന നടത്തിയത് ഇടുക്കി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം. കർഷകർക്ക് പ്രതീക്ഷ നൽകി മാലിമുളകിന്റെ വില ഉയരുന്നു. 20 രൂപയുണ്ടായിരുന്ന മാലിമുളകിന്റെ വില ഇപ്പോൾ 50-ലെത്തി. വാർത്തകൾ വിശദമായി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിന് പകരം അവധി നൽകി വീട്ടിലിരുത്തുമെന്ന് മന്ത്രി KT ജലീൽ. കട്ടപ്പന നഗരസഭയുടെ ഭവനരഹിതർക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് ഉദ്യോഗസ്ഥനാണ് നിങ്ങളെ ഒരു ആവശ്യത്തിന് വേണ്ടി 2-ൽ കൂടുതൽ തവണ നടത്തുന്നത് എങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പേരടക്കം നിങ്ങൾ അതിൽ കുറിച്ചിരുന്നു. നിങ്ങളെ നന്നായി സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിക്കുന്ന നല്ല അഭിപ്രായങ്ങളും നിങ്ങളൊരു വെള്ളക്കടലാസിൽ എഴുതിയിടണം. 2-3 മാസത്തിലൊരിക്കലായിരിക്കും പരാതിപ്പെട്ടി പൊളിക്കുക. ആ പരാതിപ്പെട്ടി തുറന്ന് അതിൽ നിന്നെടുക്കുന്ന പരാതികൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ വായിക്കണമെന്നാണ് ഓഡിറ്റ് വിഭാഗത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ നന്നായി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. ജോലി ചെയ്യാത്തവരെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുക എന്ന പരമ്പരാഗതമായ രീതി അവലംബിക്കുന്നതിന് പകരം അവരെ തൽക്കാലം വിശ്രമത്തിനായി സസ്പെൻഡ് ചെയ്ത് വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ, ജീവനക്കാർ നന്നായി ജോലി ചെയ്യുക തന്നെ വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നന്നായെങ്കിൽ മാത്രമേ നാട് നന്നാകുകയുള്ളൂ. മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന്റെ സ്ഥാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച നിലയിൽ പ്രവർത്തിച്ചാലേ നാടിന്റെ വികസനം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയും മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം എന്താണോ സമാനമാണ് നാടിന്റെ വികസനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥാനവും. ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നായി എന്നാണ് പറയുക. മുനിസിപ്പാലിറ്റി നന്നായാൽ, പഞ്ചായത്ത് നന്നായാൽ, കോർപ്പറേഷൻ നന്നായാൽ നാട് നന്നായി എന്ന് നിസ്സംശയം നമുക്ക് പറയാനാവും. കട്ടപ്പന നഗരസഭാ പ്രദേശത്തെ 1206 ഭവനരഹിതർക്ക് കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതിയായിട്ടുള്ള PMAY പ്രകാരമാണ് 42 കോടി രൂപയുടെ ധനസഹായം നൽകുന്നത്. യോഗത്തിൽ കുടുംബശ്രീ റിവോൾവിംഗ് ഫണ്ട് വിതരണവും പ്ലാസ്റ്റിക് ഷെഡിംഗ് യൂണിറ്റ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഉദ്ഘാടന യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ, കാഞ്ചേർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ്, നഗരസഭാ കൌൺസിലർമാരായ ലീലാമ്മ ഗോപിനാഥ്, തോമസ് മൈക്കിൾ, MC ബിജു, CK മോഹനൻ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, BJP മുനിസിപ്പൽ പ്രസിഡന്റ് ചെല്ലപ്പൻ പാറയ്ക്കൽ, തോമസ് പെരുമന, മനോജ് മുരളി, MA അൻഷാദ്, K കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയിൽ ഒരു മാസത്തിനുള്ളിൽ 10,000-ലേറെ പേർ പട്ടയത്തിനായി അപേക്ഷ നൽകി. ജൂലൈ 1 മുതൽ ജില്ലയിലെ 6 ഭൂമിപതിവ് ഓഫീസുകളിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ജില്ലയിലെ 6 ഭൂമിപതിവ് ഓഫീസുകളിലായി ഒരു മാസത്തിനകം 10,000-ലേറെ പുതിയ അപേക്ഷകളാണ് എത്തിയത്. ചില ഭൂമിപതിവ് ഓഫീസുകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങൾ ഇനിയും ഓൺലൈനിൽ ചേർക്കാനുണ്ട്. ഡിസംബർ 31 വരെ എല്ലാ പ്രവൃത്തി ദിവസവും ഭൂമിപതിവ് ഓഫീസുകളിൽ അപേക്ഷ സ്വീകരിക്കും. 1993-ലെ വനഭൂമി കുടിയേറ്റ ക്രമീകരണ ചട്ടങ്ങൾ പ്രകാരം ജൂലൈ 1 മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത്. 5 താലൂക്കുകളിലെ ഭൂമിപതിവ് ഓഫീസുകളിൽ നിന്നായി തുടക്ക ദിനമായ ജൂലൈ 1 വെറും 89 പട്ടയ അപേക്ഷകളാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുകയായിരുന്നു.
ജില്ലാ ഭൂമിപതിവ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ രാപ്പകലില്ലാതെ ജോലി ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇടുക്കി ഭൂമിപതിവ് ഓഫീസിൽ തുടക്കത്തിൽ 25 അപേക്ഷകൾ ലഭിച്ചെടുത്ത് ഇപ്പോൾ 1800-ലേറെയായി. കരിമണ്ണൂരിൽ 768-ഉം കട്ടപ്പന ഭൂമിപതിവ് ഓഫീസിൽ 1467-ഉം ഉടുമ്പൻചോല താലൂക്കിലെ ഇരട്ടയാർ വില്ലേജിൽ 374 അപേക്ഷകളും സ്വീകരിച്ചു. ഉടുമ്പൻചോല താലൂക്കിലെ എല്ലാ വില്ലേജുകളിലെയും ഇടുക്കി താലൂക്കിലെ തങ്കമണി വില്ലേജിലെയും റീസർവേ രജിസ്റ്ററിൽ പേരുള്ളവർക്കോ അവരിൽ നിന്ന് ഭൂമി കൈമാറ്റം ലഭിച്ചിട്ടുള്ളവർക്കോ അപേക്ഷിക്കാൻ അർഹതയുണ്ട്. കുമളിയിൽ സ്പൈസസ് കടകൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വ്യാജ ആയുർവേദ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും പിടികൂടി. ഇടുക്കി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗമാണ് കടകളിൽ പരിശോധന നടത്തിയത്. കുമളി സ്പ്രിംഗ് വാലിയിലെ ഗ്രീൻ വാലി സ്പൈസസിൽ നിന്നും വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളും പുറ്റടിയിലെ തേക്കടി സ്പൈസസിൽ നിന്ന് വ്യാജ ആയുർവേദ മരുന്നുകളുമാണ് പിടികൂടിയത്. ഇടുക്കി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇടുക്കി ഡ്രഗ്സ് ഇൻസ്പെക്ടർ മാർട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. വേദനസംഹാരി കുഴമ്പുകളും മറ്റ് ഔഷധങ്ങളുമാണ് പുറ്റടിയിൽ നിന്ന് പിടിച്ചെടുത്തത്. ലൈസൻസ് ഇല്ലാത്ത ആയുർവേദ മരുന്നുകൾ വ്യാപകമായിട്ട് വിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ വിവിധ സ്ഥാപനങ്ങളിൽ ഇന്ന് പരിശോധിച്ചു. അതിൽ തേക്കടി സ്പൈസസിൽ നിന്നും കുറച്ച് ആയുർവേദ പ്രൊഡക്റ്റുകൾ ലൈസൻസ് ഇല്ലാത്തത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ വ്യാപകമായി കാണുന്നത് എന്ന് വെച്ചാൽ ലൈസൻസ് ഉള്ള തന്നെ പല കമ്പനികളും അവർക്ക് അനുമതിയില്ലാത്ത പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഷാംപൂ, ജെൽ, ഫേസ് വാഷ് എന്നിവയാണ് സ്പ്രിംഗ് വാലിയിലെ ഗ്രീൻ വാലി സ്പൈസസിൽ നിന്ന് കണ്ടെടുത്തത്. പിടികൂടിയ ഉൽപ്പന്നങ്ങളിൽ വിലയോ നിർമ്മിച്ച തീയതിയോ ബാച്ച് നമ്പരോ ഇവയുടെ ചേരുവകളോ രേഖപ്പെടുത്തിയിരുന്നില്ല. വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചാണ് ഇവ വിൽപ്പനയ്ക്കായി കടകളിൽ എത്തിച്ചിരുന്നത്. ആയുർവേദ മരുന്നുകൾ വിൽപ്പന നടത്തുന്നതിനുള്ള ലൈസൻസും മറ്റ് രേഖകളും ഇല്ലാത്ത സ്ഥാപനമാണ് പുറ്റടിയിലേത്. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലാത്ത ഇവിടുത്തെ ജീവനക്കാരാണ് ആയുർവേദ മരുന്നുകൾ ആളുകൾക്ക് നൽകിയിരുന്നത്. ആവശ്യക്കാരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി അതിനനുസരിച്ച് വൻതോതിൽ പണം വാങ്ങുന്നതിനു വേണ്ടിയാണ് വില രേഖപ്പെടുത്താതെ ഇവ കടകളിൽ സൂക്ഷിച്ചിരുന്നത്. രേഖകളില്ലാതെ സൂക്ഷിച്ചിരുന്ന കടയുടമകളുടെ പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം കേസെടുത്തു. അതായത് യാതൊരു മാനുഫാക്ചറിംഗ് ലൈസൻസ് നമ്പരോ അതേപോലെ ലേബലിൽ ആവശ്യമുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെയുള്ള ജസ്റ്റ് കുറേ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പിടിച്ചെടുത്തത്. ഉദാഹരണത്തിന് ഹിബിസ്കസ് ഷാംപൂ, അതായത് ഷാംപൂ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. യാതൊരു ഇതെവിടെയാണ് ഉണ്ടാക്കിയത്, ആരാ ഉണ്ടാക്കിയത്, മാനുഫാക്ചറിംഗ് ലൈസൻസ് നമ്പർ ഇല്ല, ബാച്ച് നമ്പർ ഇല്ല, എക്സ്പയറി ഇല്ല, ഒരു കാര്യമില്ല. ജസ്റ്റ് ഒരു ഷാംപൂ എന്നുള്ളൊരു പേര് മാത്രമുണ്ട്. ഇനിയിപ്പോൾ ഇത് സാധനങ്ങളെല്ലാം കോടതിയിൽ നാളെ ഹാജരാക്കും. നാളെ പീരുമേട് കോടതിയിൽ ഈ കാര്യങ്ങൾ ഇതെല്ലാം ഹാജരാക്കും. കേസെടുത്തിട്ടുണ്ട്, പീരുമേട് കോടതിയിൽ ഹാജരാക്കും. മുമ്പ് വേങ്ങമരത്തിന്റെ തൊലി ഉത്തമ ഔഷധമാണെന്ന് വരുത്തി വിനോദസഞ്ചാരികൾക്ക് കുമളിയിലെ ഒരു സ്പൈസസ് പ്ലാന്റേഷനിൽ നിന്നും നൽകിയിരുന്നു. സംഭവം വിവാദമായതോടെ പണം തിരികെ നൽകി തടിയൂരുകയാണ് കടയുടമകൾ ചെയ്തത്. കർഷകർക്ക് പ്രതീക്ഷ നൽകി മാലിമുളകിന് വില ഉയർന്നു. 20 രൂപയുണ്ടായിരുന്ന 1 കിലോ മാലിമുളകിന്റെ വില ഇപ്പോൾ 50ആയി ഉയർന്നു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന കൃഷിയായിരുന്നു മാലിമുളക്. ഉയർന്ന വില ലഭിച്ചിരുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ വർഷം മാലിമുളകിന് 200 രൂപയിലധികം വില ലഭിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഹൈറേഞ്ച് മേഖലയിൽ കർഷകർ വ്യാപകമായി മാലിമുളക് കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ മാലിമുളകിന്റെ വില കുത്തനെ ഇടിഞ്ഞത് കർഷകർക്ക് കനത്ത പ്രഹരമാണ് സമ്മാനിച്ചത്. 200 രൂപയിൽ നിന്നും 20 രൂപയിലേക്കാണ് മാലിമുളകിന്റെ വില കൂപ്പുകുത്തിയത്. ഈ വില മാറ്റമില്ലാതെ മാസങ്ങളായി തുടരുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ 50 രൂപയിലേക്ക് വില ഉയർന്നത്. വില ഉയർന്നതോടെ വിളവെടുപ്പ് നിർത്തിവച്ചിരുന്ന കർഷകർ വീണ്ടും മാലിയുടെ പരിപാലനവും വിളവെടുപ്പും ആരംഭിച്ചിട്ടുണ്ട്. വിപണിയിലേക്ക് മാലിമുളകിന്റെ കടന്നുവരവും വർദ്ധിച്ചു. ഇതുവരെയും വില വളരെ മോശമായിരുന്നു. വില 20 രൂപ വിലയിലേക്ക് വന്നു, ആർക്കും വേണ്ടാത്തൊരവസ്ഥ വന്നു. ഇപ്പോൾ അത് 50 രൂപ വിലയിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. വിലയൊക്കെ കുറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ പഴുത്ത് കിടക്കുന്നത്, വേറെ പോകാതെ. കാലാവസ്ഥാ വ്യതിയാനം മൂലം മാലിയുടെ ഉൽപാദനത്തിലും കുറവുണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വീണ്ടും വില ഉയർന്നു ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കാർഗിൽ വിജയദിനാഘോഷം കട്ടപ്പനയിൽ നടന്നു. എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കയ്യേറിയ പാകിസ്ഥാൻ സേനയെ തുരത്താൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഉജ്ജ്വല പോരാട്ടത്തിന്റെ ഓർമ്മകളിൽ ഇന്ന് രാജ്യം വിജയ് ദിവസ് ആചരിക്കുകയാണ്. 1999 കാർഗിൽ യുദ്ധ വിജയം നടന്ന് ഇന്ന് 16 വർഷം തികയുകയാണ്. 500-ലേറെ ധീര ഇന്ത്യൻ ജവാന്മാരുടെ രക്തസാക്ഷ്യത്തിന്റെ കൂടി ഓർമ്മ പുതുക്കലാണ് വിജയ് ദിവസ്. യുദ്ധ വിജയത്തിന്റെയും സൈനികരുടെ ജീവത്യാഗത്തിന്റെയും സ്മരണയ്ക്കായി രാജ്യത്ത് പ്രൗഢമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കട്ടപ്പനയിൽ എക്സ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. നമ്മളെ വിട്ടുപിരിഞ്ഞ ജവാന്മാരുടെ ഇവർക്ക് വേണ്ടി നമ്മൾ റീത്ത് സമർപ്പിക്കുകയാണ്. ഇവിടെ അടുത്തുണ്ടായിരുന്ന ക്ഷണിക്കപ്പെട്ട ഭാരവാഹികളെല്ലാം എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ റീത്ത് സമർപ്പിച്ചു. വനിതാ സംഘം എക്സ് സർവീസ് ലീഗ് പ്രസിഡന്റ് ജോസഫ് വാണിപ്പുരയ്ക്കൽ, സെക്രട്ടറി PV രവി, വൈസ് പ്രസിഡന്റ് KN ഗോപിനാഥൻ,
ഫിലിപ്പോസ് മത്തായി, സ്കറിയ തോണക്കര, വനിതാ വിംഗ് അംഗങ്ങളും പങ്കെടുത്തു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ കാർഗിൽ ദിനം ആചരിച്ചു. അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ യുവമോർച്ച പ്രവർത്തകർ പുഷ്പചക്രം അർപ്പിച്ചു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ കാർഗിൽ വിജയദിനം ആചരിച്ചു. 1999 കാർഗിൽ യുദ്ധത്തിൽ 527 ധീര ജവാന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കട്ടപ്പന അമർ ജവാൻ യുദ്ധസ്മാരകത്തിൽ യുവമോർച്ച പ്രവർത്തകർ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ബലിദാനികളായ ധീരരായ സൈനികരുടെ ഓർമ്മ പുതുക്കുകൂടി ചെയ്യുകയാണ്. രാജ്യം ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാർവദേശീയ തലത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിലും ശത്രുക്കൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ ദേശീയ ബോധമുള്ള ഭാരതത്തിലെ മുഴുവൻ ആളുകളും ഉണർന്ന് പ്രവർത്തിക്കണം. ആ ദേശീയ ബോധ വികാരവും ജനങ്ങൾക്കിടയിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് കാർഗിൽ ദിനം ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും നടത്തുന്നത്. ബിജെപി ജില്ലാ സെക്രട്ടറി വി.എസ്. രതീഷ്, ഷാജി നെല്ലിപ്പറമ്പിൽ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി റിജോ എബ്രഹാം, നിയോജകമണ്ഡലം പ്രസിഡന്റ് അനന്തു മങ്ങാട്ടിൽ, സനൽ, ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. अमर जवान के अमर रहे अमर रहे अमर रहे बलिदानिകൾ अमर रहे बलिदानिകൾ अमर रहे अमर रहे अमर रहे अमर रहे अमर रहे बलिदानिകൾ अमर रहे बलिदानिകൾ अमर रहे. രാജ്യത്തെ കർഷകൻ വിജയിച്ചില്ലെങ്കിൽ ഒരു യുദ്ധം പോലും ജയിക്കാൻ ഇന്ത്യക്ക് കഴിയില്ലെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പ്രസാദ്. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ സിപിഐ നടത്തിയ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോറ്റുന്നത് നരേന്ദ്രമോദിയെയും ഇന്നലെ ചാർജ് എടുത്തിരിക്കുന്ന കോവിന്ദിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ റവന്യൂ മന്ത്രിയെയും മുഴുവൻ ആളുകളെയും എന്നെയും നിങ്ങളെയും ഈ ലോകത്തിന്റെ എല്ലാ മുക്കിനും മൂലയിലും താമസിക്കുന്ന മുഴുവൻ ആളുകളെയും തീറ്റിപ്പോറ്റുന്നത് ഓരോ പ്രദേശത്തെയും കൃഷിക്കാർ തന്നെയാണ്. ആ കൃഷിക്കാരനാണ് ഇന്ത്യയിലെ മുഴുവൻ ജനതയെയും തീറ്റിപ്പോറ്റുന്ന ഈ കൃഷിക്കാരൻ. ആ കൃഷിക്കാരൻ ജയിക്കുന്നില്ല എങ്കിൽ ഒരു യുദ്ധവും ഇന്ത്യക്ക് ജയിക്കാൻ കഴിയില്ല. ഇന്ത്യക്കൊന്നും നേടാൻ കഴിയുകയില്ല. നമുക്ക് റോക്കറ്റ് വിക്ഷേപിക്കാം, ആകാശഗോളങ്ങളെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടാം, ചൊവ്വയിലേക്ക് വിക്ഷേപിക്കാം. പക്ഷേ ഈ വിക്ഷേപണത്തിന്റെ ഇടങ്ങളിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് വല്ലതും കഴിക്കണമെങ്കിൽ കൃഷിക്കാരൻ പാടത്തും പറമ്പിലും പണിയെടുത്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യം ഉണ്ടായത്, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉണ്ടായത്. ആ കിസാന്റെ അവസ്ഥ എന്താണ് എന്ന് ബിജെപിക്കാരൻ പറയണം, നരേന്ദ്രമോദി പറയണം. അധികാരത്തിൽ കയറി പറഞ്ഞു ഞങ്ങൾ പാക്കേജുകൾ കൊണ്ടുവരും എന്ന്, സഹായിക്കും എന്ന് പറഞ്ഞു. അവിടം കൊണ്ട് മാത്രം നിർത്തിയില്ല, കൃഷിക്കാരൻ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ന്യായമായ വില കൊടുക്കും എന്ന് പറഞ്ഞു. സ്വാമിനാഥൻ കമ്മീഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. രാജ്യത്ത് പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക ജനദ്രോഹ നയങ്ങൾക്കെതിരെയും രാജ്യത്താകമാനം നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സിപിഐ ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ ശിവരാമൻ അധ്യക്ഷനായിരുന്നു. സിപിഐ സംസ്ഥാന നിർവാഹക സമിതി അംഗം CA കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ VR ശശി, പി മുത്തുപ്പാണ്ടി, CA ഏലിയാസ്, CA ജോയി, പ്രിൻസ് മാത്യു, വാഴൂർ സോമൻ, മാത്യു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ഫാക്ട് എൻഫോഴ്സ് വിതരണത്തിൽ ഫാക്ട് മാനേജ്മെന്റും ചില സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് തട്ടിപ്പ് നടത്തുകയാണെന്ന് ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 4 സ്റ്റോക്ക് പോയിന്റുകളാണ് ഫാക്ടിന് ജില്ലയിലുള്ളത്. തൊടുപുഴയിൽ ഫാക്ട് നേരിട്ടും കട്ടപ്പനയിൽ സർവീസ് സഹകരണ ബാങ്കും കറ്റ്യാമല ഏജൻസീസും കുമളിയിൽ CPMCSുമാണ് സ്റ്റോക്ക് പോയിന്റ്. ഇവിടെ എത്തിക്കുന്ന ഫാക്ട് ഉൽപ്പന്നങ്ങൾ മറ്റ് വ്യാപാരികൾ കയറ്റുകൂലിയും ലോറിക്കൂലിയും നൽകി സ്വന്തം സ്ഥാപനങ്ങളിൽ എത്തിക്കണം. ഇതുകൂടാതെ സാധനങ്ങൾ ആർക്കൊക്കെ ഏതളവിൽ നൽകണമെന്നും ഫാക്ട് നിർദ്ദേശം നൽകും. എന്നാൽ CPMCSനു മാത്രം ഫാക്ട് ഉൽപ്പന്നങ്ങൾ അവരുടെ സ്ഥാപനങ്ങളിൽ നേരിട്ട് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. KPMCയുടെ മറ്റൊരു സ്ഥാപനമാണ് CPMCS. യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് ഈ സ്ഥാപനത്തിന് ഫാക്ട് ഉൽപ്പന്നങ്ങൾ നൽകുന്നത്. KCPMCയുടെ എല്ലാ സ്ഥാപനങ്ങളിലും നേരിട്ട് സാധനം എത്തിക്കുകയും ചെയ്യുന്നു. മറ്റ് സ്ഥാപനങ്ങൾ സ്റ്റോക്ക് പോയിന്റിൽ നിന്ന് സ്വന്തം ചെലവിൽ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിൽ കൊള്ള നടക്കുന്നതെന്നും ശ്രീമന്ദിരം ശശികുമാർ ആരോപിച്ചു. ബാലഗ്രാം കൊണ്ടുവരുമ്പം ഏതാണ്ട് ഒരു 3000, 3500, 4000 രൂപയോളം ഈ കയറ്റുകൂലി വണ്ടിക്കൂലിയായി ലോഡ് വരുമ്പോൾ ഞങ്ങൾക്ക് ചെലവഴിക്കും. ഈ പറയുന്ന ഇവർക്ക് KCPMCക്ക് യാതൊരു ചെലവില്ല. കമ്പനി ഏതൊരു സാധനം ഓരോ കടകളിൽ എത്തുക, അവര് വിൽക്കുന്ന വിലയും ഞങ്ങൾ വിൽക്കുന്ന ഒരേ വിലയ്ക്ക് വിൽക്കും.
ഒരു ലോഡ് വളത്തിന് 4000-ഓളം രൂപ അധികമായി ചെലവാകുന്നതിനൊപ്പം കമ്പനി പറയുന്ന വിലയ്ക്ക് നൽകേണ്ട ഗതികേടിലാണ് സർവീസ് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വളം വ്യാപാരികൾ. ഫാക്ടും സ്വകാര്യ സ്ഥാപനവും ചേർന്ന് നടത്തുന്ന ഈ തട്ടിപ്പ് സംബന്ധിച്ച് മുൻപും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നിർബാധം ഇത് തുടരുകയാണ്. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും തുല്യനീതി ലഭിക്കുന്നതിനായി ശക്തമായ നടപടിയെടുക്കണമെന്നും ശ്രീമന്തരം ശശികുമാർ ആവശ്യപ്പെട്ടു. ബാങ്ക് സെക്രട്ടറി PV ഉഷാകുമാരി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോമോൻ കളപ്പുരിക്കൽ, KJ ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ചിയാർ സ്വരാജിൽ അപകട ഭീഷണിയിൽ നിലനിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്വരാജ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുറ്റത്താണ് അപകടാവസ്ഥയിലായ മരങ്ങൾ നിൽക്കുന്നത്. 1982-83 കാലഘട്ടത്തിൽ സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് സ്കൂളിന്റെ കോമ്പൌണ്ടിലും പരിസര പ്രദേശങ്ങളിലും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. അക്വേഷ്യ, വാഴ തുടങ്ങിയ മരങ്ങളാണ് നട്ടത്. ഈ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചപ്പോൾ തന്നെ 8 വർഷം ആയുസ് കഴിയുമ്പോൾ മരങ്ങൾ വെട്ടിക്കളയണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ കാലമിത്ര കഴിഞ്ഞിട്ടും മരങ്ങൾ വെട്ടിമാറ്റിയില്ല. ഇപ്പോൾ ശക്തമായ ഒരു കാറ്റോ മഴയോ ഉണ്ടായാൽ ഇവയെല്ലാം കടപുഴകി വീഴുന്ന സാഹചര്യത്തിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മരങ്ങൾ പ്രദേശത്തെ ഒരു വീടിന് മുകളിലേക്കും കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാതയിലേക്കും കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഹയർ സെക്കൻഡറി സ്കൂളും ഈ സ്വത്തുക്കളും. അവരാണ് ഈ മരം മുറിച്ചു നീക്കേണ്ടതിനാവശ്യമായ അനന്തര നടപടി സ്വീകരിക്കേണ്ടത്. എത്രയും വേഗം വലിയ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കോമ്പൌണ്ടിൽ നിന്നും നീക്കം ചെയ്ത് കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും വാഹനങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന സ്കൂളായതിനാൽ സ്കൂൾ PTA ഉൾപ്പെടെ പഞ്ചായത്തിന് മരങ്ങളുടെ അപകട ഭീഷണി സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകിയതാണ്. എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ മരങ്ങൾ വെട്ടിമാറ്റാൻ സ്കൂൾ അധികൃതർക്ക് സമ്മതം നൽകി. എന്നാൽ ഈ മരങ്ങൾ വെട്ടിമാറ്റാൻ സ്കൂൾ അധികൃതർക്ക് ഫണ്ടില്ല. അതിനാൽ അപകട ഭീഷണിയായി മരങ്ങൾ നിലനിൽക്കുകയാണ്. അത്യാവശ്യമായ മരങ്ങൾ വെട്ടിമാറ്റിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ അതിന്റെ ഫണ്ടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. PTA ഈ ഫണ്ട് കണ്ടെത്തി വെട്ടിയാൽ ഇത് PTAക്ക് തിരിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വിലയിട്ട് എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് വലിയ ഒരു ദുരന്തത്തിന് കാരണമാകും. എത്രയും വേഗം ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് മരങ്ങൾ ഉടൻ മുറിച്ചു നീക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾക്കുള്ളത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ചിയാറിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും ഫോർത്തുനാത്തൂസ് സെന്റർ ഫോർ കൌൺസിലിംഗ് ബിഹേവിയർസ് മെഡിസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മറവി രോഗ നിർണയവും കുട്ടികൾക്കുള്ള കൌൺസിലിംഗുമാണ് നടന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ മറവി രോഗ നിർണയ ക്യാമ്പ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ നമ്മളങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ 35 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് നമുക്കറിയാം ആൾഷിമേഴ്സ് രോഗമൊക്കെ വന്നാൽ പിന്നീട് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതിന്റെ ഒരു പ്രാരംഭം എന്നോണമാണ് ഒരുപക്ഷെ മറവി നമ്മളെ പിടികൂടുന്നത്. അപ്പം മറവി രോഗം അത് നിർണ്ണയിക്കാനും അതിനുവേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തരാനുമാണ് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കാഞ്ചിയാർ പള്ളിക്കവല വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികളെ കൌൺസിലിംഗിനായി കൊണ്ടുവന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോഗ്യ പരിപാടിയായ ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ലിസി സണ്ണി അധ്യക്ഷയായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാഞ്ചിയാർ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ശരവണൻ, കൌൺസിലർ അഞ്ജന ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് മേലേച്ചിനാർ ശാഖയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12-ന് നടക്കും. സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബദേൽ മേലേച്ചിന്നാർ നിവാസികളുടെ കുടിയേറ്റകാലം മുതലുള്ള ആവശ്യമാണ് പ്രദേശത്ത് ഒരു ധനകാര്യ സ്ഥാപനം അനുവദിക്കുക എന്നത്. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് മേലേച്ചിന്നാറിൽ ശാഖ ആരംഭിക്കുവാൻ തീരുമാനിച്ചത് സ്വാഗതം ചെയ്യുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് മേലേച്ചിന്നാർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 12-ാം തീയതി സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ മേലേച്ചിന്നാർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം 12/8/2017 ശനിയാഴ്ച 3 PM മേലേച്ചിനാറ്റിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർ നിർവഹിക്കുന്നതാണ്. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ MM മണി അവർ ഉദ്ഘാടനവും ചെയ്യുന്നതാണ്. ഉദ്ഘാടന യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. സഹകരണ വകുപ്പ് രജിസ്ട്രാർ ലളിതാംബിക IAS, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടോമി തെങ്ങുംപള്ളിൽ, തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സജി പെരുമ്പള്ളിൽ, ജെനീസ് കിഴക്കുതാഴെ, ജോച്ചൻ മൈക്കിൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ജോയി പരിന്തിരിക്കൽ, ഷൈൻ കല്ലേക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു.
സാക്ഷരതാ മിഷൻ ഉദ്ഘാടനവും പാഠപുസ്തക വിതരണവും കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാഷാ പണ്ഡിതരെയും സാങ്കേതിക വിദഗ്ധരെയും സാക്ഷരതാ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശില്പശാലയിലൂടെയാണ് പാഠാവലിക്ക് രൂപം നൽകിയത്. പഠിതാക്കൾക്കും പ്രവർത്തകർക്കും പ്രതീക്ഷകൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോസ്പൽ മിനിസ്ട്രീസ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തത്. കട്ടപ്പന വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ GMI ഡയറക്ടർ സുരേഷ് പോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂൾ മാനേജർ ജേക്കബ് എബ്രഹാം പാഠപുസ്തകങ്ങളുടെ വിതരണവും, സേവാഭാരത് കോർഡിനേറ്റർ അനീഷ് കെ ബേബി അധ്യാപക സർട്ടിഫിക്കറ്റ് വിതരണവും, സിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ജ്യോതി സുരേഷ് ഔഷധസസ്യ വിതരണവും നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ സുമോദ് KP, റജീന തോമസ്, സാക്ഷരതാ പ്രേരക് ഗീതമ്മ KM, അംഗൻവാടി ടീച്ചർ സിനി തോമസ്, സ്മിത അജീഷ്, TC സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന 20 ഏക്കറിൽ റോഡിന് നടുവിലെ കുഴി വാഹനങ്ങൾക്ക് അപകട കെണിയായി മാറുന്നു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് ഗർത്തം വിനയാകുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ 20 ഏക്കർ ഷാപ്പുപടിക്ക് മുൻവശത്താണ് റോഡിലെ കുഴി അപകട ഭീഷണിയായി മാറുന്നത്. ചെറിയ രീതിയിൽ രൂപപ്പെട്ട കുഴിയാണ് ഇപ്പോൾ വ്യാപ്തം വർദ്ധിച്ച് വൻ ഗർത്തമായി മാറിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി കാൽനട യാത്രക്കാരും ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങളും ദിനംപ്രതി ഈ റോഡിലൂടെ കടന്നുപോകുന്നുണ്ട്. മാത്രവുമല്ല, കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരാനുള്ള ഏക ആശ്രയവും ഈ റോഡാണ്. ഇതിനോടകം നിരവധി അപകടങ്ങളും ഇവിടെയുണ്ടായി. ഇരുചക്ര വാഹന യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നവയിൽ ഏറെയും. ഈ വഴി കേടുപാടായിട്ട് ഒരുപാട് നാളുകളായി നിരവധി അപകടങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു ബൈക്ക് വന്ന് അപകടമുണ്ടായി. ആ ബൈക്കിന് മേളിൽ ഒരു KSRTC വന്ന് കയറുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഈ കുഴി ഇങ്ങനെ കിടക്കുന്നതിനാൽ പഴയ അപകടാവസ്ഥയിലാണ്. വണ്ടികൾ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരികയാണ്. അപകടക്കണിയായി മാറിയ റോഡിലെ കുഴി നികത്താൻ വേണ്ടപ്പെട്ട അധികാരികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. യഥാസമയം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് മുഖ്യ കാരണം. അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി കൂടുതൽ അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. കോടതി ഉത്തരവുകൾ അവഗണിച്ച് സംസ്ഥാന ദേശീയപാതകൾ കയ്യേറി കാലി വളർത്തൽ. പ്രാദേശിക ഭരണകൂടങ്ങളും പോലീസും ഇടപെടാതായതോടെയാണ് വീണ്ടും നിരത്തുകളിൽ മൃഗങ്ങളെ കെട്ടാൻ കർഷകർ ധൈര്യപ്പെടുന്നത്. റോഡുകളിൽ അനധികൃതമായി കിട്ടുന്ന കാലികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴും നടപടിയെടുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല. റോഡിലൂടെ അലക്ഷ്യമായി കന്നുകാലികളെ മേയാൻ വിടുന്നതും കെട്ടിയിട്ട് തീറ്റുന്നതും ഹൈക്കോടതി നിരോധിച്ചിരുന്നു. റോഡിൽ വലിഞ്ഞു നിൽക്കുന്ന കയറിൽ ഇടിച്ച് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ മരണം സംഭവിച്ചതിനെ തുടർന്നായിരുന്നു കോടതി ഇടപെടൽ. എന്നാൽ അടുത്തിടെയായി കാലികൾ വീണ്ടും റോഡുകൾ കൈയടക്കിയതോടെ വാഹനയാത്രികർക്ക് ഇത് ഭീഷണിയായി. റോഡ് സൈഡിൽ ആടുമാടുകളെ കെട്ടുന്നത് മൂലം യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് വളരെയധികം അപകടത്തിനും കാരണമാകുന്നു. ഇങ്ങനെ ചെയ്യരുതെന്ന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഹൈക്കോടതിയുടെ നിയമം ഉള്ളതാണ്. എങ്കിൽ കൂടി ഇതാരും ശ്രദ്ധിക്കുന്നുമില്ല. ഇത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. വൃദ്ധമാതാവിനെ മകൻ ക്രൂരമായി മർദ്ദിക്കുന്നതായി പരാതി. അന്യാർതുളു നിർമ്മലാപുരം സ്വദേശിനി കൊച്ചുകാലായിൽ ശോശാമ്മയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 4 ആൺമക്കളാണ് ശോശാമ്മയ്ക്കുള്ളത്. ഇളയ മകനൊപ്പമാണ് ഇവർ താമസിച്ചു വരുന്നത്. സമീപത്ത് താമസിക്കുന്ന 3ാമത്തെ മകനായ ഷിബു ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നതായാണ് ആരോപണം. സ്ഥിരം മദ്യപാനിയും മയക്കുമരുന്നുകൾക്ക് അടിമയുമാണ് ഷിബു എന്ന് പറയപ്പെടുന്നു. മദ്യപിച്ച ശേഷം ഇളയ സഹോദരന്റെ വീട്ടിലെത്തി മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുക പതിവാണ്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വീട്ടിലെത്തിയ ഇയാൾ വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും മാതാവിനെ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും കാപ്പിപൊടി ഉപയോഗിച്ച് കൈകളിലും കാലുകളിലും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഷിബുവിന്റെ ഭാര്യയുടെ ഒത്താശയോടെയാണ് മർദ്ദനം നടക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. 3ാമത്തെ മകന് എന്നും തെറിയും ചീത്തയല്ലാതെ ഇല്ല. ഒരു ഇന്ന തെറിയുന്നൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു എനിക്ക് വെക്കുന്ന കഞ്ഞി പോലും കുടിക്കാൻ പറ്റിയല്ല. ഇപ്പം എന്നെ നോക്കുന്ന കുഞ്ഞുങ്ങൾ പോലും എന്നെ നോക്കാൻ ഞാൻ അനുവദിക്കുകയല്ല. എന്നാന്ന് വെച്ചാൽ വീട്ടിൽ വരാൻ പറ്റുകയല്ല, വീട്ടിൽ കയറി വരാൻ പറ്റുകയല്ല. അവരെ എല്ലാം ഓരോ തരത്തിലും കഷ്ടപ്പെടുത്തുക. വർഷങ്ങളായി ഷിബു സ്ഥിരമായി മാതാവിനെ മർദ്ദിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മർദ്ദനം അതിക്രൂരമായിരിക്കുകയാണ്. മാതാവിനെ മറ്റു മക്കൾ സംരക്ഷിക്കാൻ പോലും ഷിബു അനുവദിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് കമ്പമെട്ട് പോലീസിലും വനിതാ കമ്മീഷനിലും ശോശാമ്മ പരാതിയും നൽകി. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി രാജകുമാരി പഞ്ചായത്തിൽ ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി പൂപ്പാറ MGM UP സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു.
അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിഷം കുത്തിനിറച്ച പച്ചക്കറികൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം സ്ഥാപനങ്ങൾ വഴിയും കുടുംബശ്രീകളുടെ നേതൃത്വത്തിലും വീടുകളിലുമടക്കം സൗജന്യമായി വിത്തുകൾ നൽകി പച്ചക്കറി കൃഷി ആരംഭിക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇത്തവണ ഓണത്തിന് സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ഓണസദ്യ ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പൂപ്പാറ MGM UP സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT എൽദോ നിർവഹിച്ചു. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികളിലാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ വിഷമയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്നെ പഞ്ചായത്ത് തലത്തിൽ ഇത്തവണ പച്ചക്കറി തൈ കൊടുക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് പാറക്കടവിൽ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആന്റണി കരന്തരക്കൽ, സ്കൂൾ പ്രധാനാധ്യാപിക മേരിക്കുട്ടി മാത്യു, PTA പ്രസിഡന്റ് ബിനു കാരക്കാത്തൊട്ടി, MBTA പ്രസിഡന്റ് ഷൈനി സിബി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഇന്ന് കാർഗിൽ വിജയദിനം. 1999 ജൂലൈ 26-നാണ് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഇന്ത്യൻ ജവാന്മാർ കാർഗിൽ യുദ്ധം വിജയിച്ചത്. ഇന്ന് കാർഗിൽ വിജയദിനം. നമ്മുടെ സ്വന്തം മണ്ണിൽ കടന്നുകയറി നിലയുറപ്പിച്ച് രാജ്യത്തിന്റെ അഭിമാനത്തിന് വിലയിട്ട പാകിസ്ഥാൻ സൈന്യത്തെയും തീവ്രവാദികളെയും ശക്തമായ ആക്രമണത്തെയും പ്രതികൂല കാലാവസ്ഥയെയും മറികടന്ന് തൂത്തെറിഞ്ഞ് വിജയം നേടിയ ദിനം. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ ബാദറിന് മറുപടിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ വിജയ് ആഞ്ഞടിച്ചപ്പോൾ ലോകത്തിനു മുമ്പിൽ നാണംകെട്ട തോൽവിയുമായി പാകിസ്ഥാൻ പകച്ചുനിന്നു. വളരെ മുന്നൊരുക്കത്തോടെയായിരുന്നു പാകിസ്ഥാന്റെ കടന്നുകയറ്റം. 1998 നവംബർ ഡിസംബർ മാസത്തിൽ പ്രകൃതി പ്രതികൂലമായ സമയത്താണ് ഓപ്പറേഷൻ ബാദർ ആരംഭിക്കുന്നത്. തീവ്രവാദികളുടെ വേഷത്തിൽ പട്ടാളക്കാരെ അതിർത്തി കടത്തി ഇന്ത്യൻ പ്രദേശത്ത് നിലയുറപ്പിച്ച പാകിസ്ഥാന് തർക്കപ്രദേശമായ സിയാച്ചിൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ശ്രീനഗർ കാർഗിൽ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് പതിയെ പതിയെ നടന്നെടുത്ത പാകിസ്ഥാൻ പട്ടാളം അതിർത്തിക്ക് പുറത്ത് ശക്തമായി നിലയുറപ്പിച്ച ശേഷമാണ് ഇന്ത്യക്ക് വിവരം ലഭിക്കുന്നത്. സ്വന്തം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത പാകിസ്ഥാന് ശക്തമായ മറുപടിയോടെയായിരുന്നു ഇന്ത്യ പ്രതികരിച്ചത്. ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം 50 ദിവസത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ ശക്തമായ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളും അതിൽ കൂടുതലും വിട്ട് പിന്മാറുകയായിരുന്നു. 1999 ജൂലൈ 26-ന് കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് രാജ്യസ്നേഹികളായ 527 ധീര ജവാന്മാരെയാണ്. ഭീകരമായ നാശം സംഭവിച്ച പാകിസ്ഥാൻ സൈന്യം എന്നാൽ കാർഗിൽ യുദ്ധത്തിൽ തങ്ങളുടെ പങ്ക് നിഷേധിക്കുകയായിരുന്നു. പിൽക്കാലത്ത് കാർഗിൽ യുദ്ധത്തിന്റെ യഥാർത്ഥ സൂത്രധാരന്മാർ പാകിസ്ഥാൻ സൈന്യമാണെന്ന് തെളിയുകയും ചെയ്തു. കാർഗിലിൽ വിജയം കുറിച്ച ജൂലൈ 26 ഇന്ത്യ പിന്നീട് വിജയ് ദിവസ് എന്ന പേരിൽ ആചരിക്കാൻ തുടങ്ങി. കാർഗിലിൽ രാജ്യത്തിന് നഷ്ടമായ 527 ധീര ജവാന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച് രാജ്യം ആ ഓർമ്മ പുതുക്കുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോൾ.
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന വണ്ടൻമേട് ഗ്രീൻ ഗോൾഡ് കാർഡമം ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 317, വിൽപ്പനയ്ക്ക് വന്നത് 51,934, വിൽപ്പന നടന്നത് 51,934, കൂടിയ വില 1,447, ശരാശരി വില 1,077. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 460 രൂപ, ഏലം കൂടിയ വില 1,070, ശരാശരി 1000. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ, ഗ്രാമ്പൂ 600 രൂപ, കൊക്കോ 30 രൂപ, റബ്ബർ 135 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,650 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭവനരഹിതർക്കുള്ള ധനസഹായ വിതരണം മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതിന് പകരം അവധി നൽകി വീട്ടിലിരുത്തുമെന്ന് മന്ത്രി KT ജലീൽ. ഇടുക്കി ജില്ലയിൽ ഒരു മാസത്തിനുള്ളിൽ 10,000-ലേറെ പേർ പട്ടയത്തിനായി അപേക്ഷ നൽകി. പട്ടയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് 6 ഭൂമിപതിവ് ഓഫീസുകളിൽ. കുമളിയിൽ സ്പൈസസ് കടകൾ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വ്യാജ ആയുർവേദ മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും പിടികൂടി. പരിശോധന നടത്തിയത് ഇടുക്കി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം. കർഷകർക്ക് പ്രതീക്ഷ നൽകി മാലിമുളകിന് വില ഉയരുന്നു. 20 രൂപയുണ്ടായിരുന്ന മാലിമുളകിന്റെ വില ഇപ്പോൾ 50-ലെത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.